നാട്ടുകാരെ മുഴുവൻ ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. കുളിസീൻ കാണാനും കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാനും പോവാറുണ്ടായിരുന്നുവെന്നും യൂട്യൂബറായ മമ്മു പറയുന്നു. ഇതിന് ചിരിച്ചും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഇന്റർവ്യൂവർക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ഇന്റർവ്യൂ വിവാദമായതോടെ തൊപ്പിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഇയാൾ മാപ്പ് പറഞ്ഞ രംഗത്ത് വന്നു. താൻ അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തതാണെന്നാണ് വിശദീകരണം. ഇന്റർവ്യൂ വൈറലായതോടെ ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നും തൊപ്പി അടക്കമുള്ളവരുടെ യൂട്യൂബ് ചാനൽ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പേർ രംഗത്ത് വന്നു. ഒരാൾ വന്നിട്ട് അഭിമുഖത്തിൽ പറയുകയാണ് അയാൾ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നുണ്ടെന്ന്. ഇത് കേൾക്കുന്ന അവതാരക പൊട്ടിച്ചിരിക്കുന്നു. ഇത് ഒളിഞ്ഞു നോട്ടത്തെ ക്യൂരിയോസിറ്റി എന്നും അറിയാനുള്ള ത്വരയെന്നും വിളിക്കുന്നു. എപ്പോൾ, എങ്ങനെ, ഏത് സമയത്ത് ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു. മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ വന്ന റിയൽ ആയിട്ടുള്ള ഒരു അഭിമുഖമാണിത്. ഈ ഭാഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇത്രയേറെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യം അതിഥി ഒന്ന് ചളിപ്പോടെ ഇരിക്കുന്നെങ്കിലും പിന്നെയും അറപ്പുളവാക്കുന്ന ചോദ്യങ്ങളാണ് അവതാരക ആവർത്തിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ലൈവ് ടെലികാസ്റ്റ് അല്ല എന്നുള്ളതാണ്. കൃത്യമായി എഡിറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്ന ഒന്നാണ്. ഒരുപക്ഷെ ആ ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ അവരത് ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. പക്ഷെ പിന്നീട് അത് എഡിറ്റ് ചെയ്ത സമയത്തിൽ എന്തുകൊണ്ട് അതിലെ അപകടവും അപക്വതയും അതിന്റെ പിന്നണി പ്രവർത്തകർക്ക് മനസ്സിലായിട്ടില്ല? അതവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനെന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു അഭിമുഖം എന്തെല്ലാം ഗുരുതര പ്രശ്നങ്ങളെയാണ് നോർമലൈസ് ചെയ്യുന്നത്. കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്ന വൃത്തികെട്ട ശീലത്തെ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാവുന്ന ഒന്നിനെ തമാശയെ ചിത്രീകരിക്കുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് അത് നേരിടേണ്ടി വന്നവരുടെ അവരുടെ സുരക്ഷയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒളിഞ്ഞുനോട്ടം അനുഭവിക്കേണ്ടി വന്ന ഒരാളോടെങ്കിലും ഒരിക്കലെങ്കിലും ചോദിച്ചാൽ മനസ്സിലാകും അത് ജീവിതകാലം മുഴുവൻ തരുന്ന ട്രോമ എന്താണെന്ന്. അടുത്തിടെ ചില യൂട്യൂബ് ചാനലുകൾ പാപ്പരാസി കൾച്ചറിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. അതിന്റെ മറ്റൊരു രൂപമാണ് ഈ കാണുന്ന വൈറൽ കട്ടും. ഇതിനെതിരെ വന്ന പ്രതികരണങ്ങൾ മാത്രമാണ് ഏക പ്രതീക്ഷ തരുന്ന ഒന്ന്. ഈ വൈറൽ വീഡിയോ എല്ലാ അതിരുകളും കടന്നിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല. കാഷ്വൽ ചാറ്റ് എന്നാൽ എന്ത് വൃത്തികേടും ചോദിക്കാനോ വിളിച്ചു പറയാനോ ഉള്ള ലൈസൻസ് അല്ല എന്നുള്ളത് ഇനിയെങ്കിലും അവതാരകരും ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലിന്റെ അണിയറ പ്രവർത്തകരും മനസ്സിലാക്കിയേ മതിയാകൂ.